നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സമവാക്യങ്ങളെ മാറ്റിമറിച്ച ഒരു സിനിമയെ മുൻനിർത്തിയുള്ള സവിശേഷതയുള്ള ഒരു JB ജംഗ്ഷനാണ് ഇന്നിവിടെ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, മലയാള ആസ്വാദന രീതിയെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു ചിത്രം ഒരുപക്ഷെ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. പ്രേമത്തോടുള്ള ഐക്യദാർഢ്യം, അതിലെ പരിചിത മുഖങ്ങളാണ് JB ജംഗ്ഷനിൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അവരെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വിനയ്, അനുപമ, ശബരീഷ്, രാജേഷ്, വലിയ താരങ്ങളാണ് നിങ്ങൾ. രാജേഷ് ഒരു വല്ലാത്ത എളിമയുള്ള ആളാണല്ലേ, അല്ലേ വിനയ്? ഈ കൂട്ടത്തിൽ ശബരിക്കുണ്ട് അത്യാവശ്യം. അതൊരു കപട വിനയാണ്. എന്നെ കൊണ്ട് തന്നെ വിനയുള്ള ഒരാളല്ലേ. അതാണ്. പക്ഷെ അവിടെ ഒരു ഫോർട്ടും ഉണ്ട്. എനിക്ക് ഈ ബോൾ പാസ് ചെയ്തതിനറിയാം. ഞാൻ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് വിനയും ശബരീഷിനും ഉണ്ടെന്ന് പറഞ്ഞു വെപ്പിച്ചത്. എന്നറിയാം, തിരിച്ച് ഞാൻ ഒരു അടി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അനുപമയ്ക്ക് വിനയം ഇല്ലേ? അനുപമ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ലൈക്ക് അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ രണ്ടാമതേ കാണുന്നുള്ളൂ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഓ ഭാഗ്യം. എന്താ കാരണം അറിയോ? ഈ വിനയ് ഇത്ര പാവാന്നുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാകില്ലായിരുന്നു. ഇയാളുടെ എല്ലാ കൊസ്രാക്കൊള്ളി സ്വഭാവവും മനസ്സിലാക്കണമെങ്കിൽ കുറേ ദിവസം ഇയാളുടെ കൂടെ പെരുമാറണം. ഞങ്ങൾ ഒരുപാട് നാൾ ഒരുമിച്ചുണ്ടായ ആളുകളാണ്. അതെ, ഒരുപാട് കാലം ഒരുമിച്ചതായിരുന്നു. അതറിയോ, ഞാൻ വിനയുടെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നതാണ്. ബ്രിട്ടോ സ്കൂളില് ഫോട്ടോസില് ജൂനിയർ അറിയോ? പൊട്ടിയാക്കിയത് തന്നെ. അതും ഫസ്റ്റ് ആയിട്ട് മനസ്സിലായി. എന്നെക്കാളൊക്കെ എന്ത് ചെറിയ പയ്യനാന്നറിയോ വിനയ്? അല്ല, നമുക്ക് പ്രായമല്ലല്ലോ പഠിപ്പിന്റെ പ്രധാനപ്പെട്ട. അനുപമ ഇപ്പം ഡിഗ്രി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം അല്ലേ? പത്രപ്രവർത്തക. എനിക്ക് മീഡിയ റിലേറ്റഡ് ജോബ്, ജേർണലിസം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ ഈ ആങ്കറിങ് അങ്ങനത്തെ മീഡിയ റിലേറ്റഡ് ആയുള്ള ജോബ്സിനോട് കൂടുതൽ താല്പര്യം. അതിനുള്ള കഴിവ് അനുപമയ്ക്കുണ്ടോ പിന്നെ? തീർച്ചയായിട്ടും ഉണ്ടോ? കഴിവ് കൂടിയതിന്റെ പ്രശ്നമുണ്ടോ? അതറിഞ്ഞൂടെ, അത്യാവശ്യം കഴിവൊക്കെ ഉണ്ടെന്നാണ്. പ്ലസ് സിനിമയിലൊക്കെ കാണുമ്പോൾ അത്യാവശ്യം രസമായിരുന്നു. പിന്നെ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാർഗറ്റ് അല്ലല്ലോ. സിനിമയിൽ ഇത്ര വൃത്തിയായിട്ട് അഭിനയിക്കാൻ സാധിക്കുമെങ്കിൽ സിനിമയിൽ. പക്ഷെ അനുപമ ജീവിക്കുകയായിരുന്നില്ലേ ആൾക്കാർ പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് ഞാൻ യോജിക്കുന്നു അതിനോട്. അല്ലേ? അത് അനുപമയ്ക്കുള്ള ഒരു കോംപ്ലിമെന്റ് ആണ്. അതെ. പക്ഷെ ആ കോംപ്ലിമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയോ, ഒരുപാട് മറുചോദ്യങ്ങളും കൂടി തിരിച്ചു വരും എന്നോട്. അത് സ്വാഭാവികമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഇന്ന് കേരളത്തിലെ താരങ്ങളാണ്. ഒരു സിനിമ കൊണ്ട് താരപദവിയിലേക്ക് നിങ്ങൾ ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ അഹങ്കാരമൊന്നും വിനയ് ഫോട്ടനില്ല. ഇല്ല, നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല സർ. വിനയ് പണ്ടും ഒരു കൊച്ചു താരമായിരുന്നു. അല്ല സർ, താരങ്ങളല്ല, നമ്മളങ്ങനെ അങ്ങനെ കരുതുന്നില്ല. ലൈക്ക് കുറച്ച് കൂടുതൽ ആളുകൾ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു സിനിമ ഒരുപാട് ആളുകളിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചെറിയ ആളുകൾ ചേർന്ന് ചെയ്തൊരു സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രമാകുന്നു എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും സന്തോഷം തരുന്നത് അത്തരം കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ആർക്കാണെന്നറിയോ? നിങ്ങളെല്ലാം കോളേജെല്ലാം വിട്ടുവന്ന ആൾക്കാരാണ്. അനുപമയാണ് ഇപ്പോൾ കോളേജിൽ. തീർച്ചയായിട്ടും ഈ കോളേജാണ് ഏറ്റവും സൗരഭ്യമുള്ള ഒരു മേഖല. ഒരുപക്ഷെ ഇതിൻ്റെ പ്രശസ്തിയും അതിൻ്റെ യശസ്സും ഇതിൻ്റെ എല്ലാ ക്രീമും ഒരുപക്ഷെ നുകരുന്നത് അനുപമയ്ക്കായിരുന്നു. അനുപമ എന്ത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് രസതന്ത്രത്തിൽ? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ. കോളേജിൽ പോയിട്ട് കുറച്ച് നാളായി. ഇന്നലെയാണ് ആദ്യമായിട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം കോളേജിൽ പോയത്. എന്തായിരുന്നു വരവേൽപ്പ്? അവരുടെ അടുത്ത് ഞാൻ സസ്പെൻസ് വെച്ചിട്ടാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല അവിടെ ചെല്ലുന്നു എന്നുള്ള കാര്യം. പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് വലിയ വലിയ പണികൾ അവര് ഉണ്ടാക്കിയേനെ. പക്ഷെ ചെറിയ ചെറിയ പണികളെ കിട്ടിയുള്ളൂ. എന്താ പണിയാ കിട്ടിയത്? ഒന്നുമില്ല, ക്ലാസ്സിൽ കൊണ്ടുള്ള ഓരോ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്നലെ പോയത്. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഇൻസ്റ്റന്റ് ഫെയിം ഉണ്ടല്ലോ, ഒരുപക്ഷെ അനുപമയുടെ ജീവിതത്തെ അങ്ങോട്ട് മാറ്റിമറിച്ചിട്ടുണ്ടോ? അതെ. സ്വഭാവത്തിൽ മാറ്റം വന്നോ? സ്വഭാവത്തിൽ മാറ്റം വന്നെന്ന് ചിലര് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല. അത് ഒരുപക്ഷെ എന്നെ അടുത്തറിയാത്തവരായിരിക്കാം പറയുന്നത്. ഓ, ഇവൾക്ക് ഇപ്പൊ ഹെഡ് വെയിറ്റ് കൂടിയിരിക്കുകയാണ് എന്നൊക്കെ ചിലപ്പോൾ പിള്ളേര് പറയും അല്ലേ? അല്ലെങ്കിൽ ഈ മുടി വെച്ചിട്ട് ഹെഡ് വെയിറ്റ് കൂടാതിരിക്കാൻ പറ്റില്ല. വരട്ടെ,
നിങ്ങളെക്കുറിച്ച് പുറത്തു നിന്നുള്ള ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒരു നഗചിത്രം ഞാൻ പറയാം. വരട്ടെ. അൻവർ റഷീദ് എന്നുള്ള ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളുടെയും ഒരു രാശി നടനാണ് ഞാൻ. രാജമാണിക്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ പടം ഹിറ്റാണ്. രണ്ടാമത്തോടെ ഞാൻ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു ചോട്ടാ മുംബൈ, അതും ഭയങ്കര ഹിറ്റാണ്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അണ്ണൻ തമ്പി, അതിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതും ഹിറ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് ഹോട്ടൽ, ആ പടം നല്ല പടമാണ്, ഹിറ്റാണ്, അതിലും ഞാനുണ്ട്. ബാംഗ്ലൂർ ഡേയ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമത്തിൽ ഞാൻ ഉണ്ടായേ പറ്റുള്ളൂ, കാര്യം 100 തയ്ക്കണ്ടേ, 100 ദിവസം ഓടണ്ടേ, അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ അതും വന്ന് ഭവിച്ചിട്ടുണ്ട്. നല്ല സിനിമകൾക്ക് ഇവിടെ ആളുണ്ട്. പ്രേമത്തിലുള്ള ഓരോരുത്തരും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ ഷൂട്ടിങ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ 40 വർഷമായി. പല ഇപ്പോൾ നസീർ സാർ മുതലുള്ള ആൾക്കാരുമായിട്ട് അഭിനയിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പ്രസൻറ്റ് സൂപ്പർ സ്റ്റാർ നിവിൻ പോളി വരെ അത് എത്തി നിൽക്കുകയാണ്. ഇവരുമായിട്ട് എല്ലാവരുമായിട്ടും സഹകരിക്കാനും അഭിനയിക്കാനൊക്കെ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ പടം എന്നെ സംബന്ധിച്ചോളം കുറച്ച് ചെറുപ്പമാക്കി. ഈ പിള്ളേരുടെ കൂടെയും അവരുടെ തമാശകളുടെയൊക്കെ ഞാൻ ഒത്തുചേർന്നു. ഈ പ്രേമം ഗംഭീര വിജയമായതിൽ അതിൽ അഭിനയിച്ച ഓരോരുത്തർക്കും, അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മൊമെൻ്റാണ് ഈ സിനിമ. അതിൽ പ്രവർത്തിച്ച എല്ലാവരെയും അത് കണ്ട് ഇത്രയും സക്സസ് ആക്കിയ കേരളത്തിലെ ജനങ്ങളെല്ലാം ഞാൻ അനുമോദിക്കുന്നു. നന്ദി. മണിയമ്പിള്ള രാജു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച ശേഷം രാജുവിൻ്റെ വയസ്സൊരു 10-15 കുറഞ്ഞു. സീരിയസ് ആയിട്ട് രാജു പറഞ്ഞു. ഇപ്പം നിങ്ങളെക്കാളും ചെറുപ്പമായിട്ടാണ് മൂപ്പറിയിരിക്കുന്നതെന്നാണ് പറഞ്ഞു. എന്ത് തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ രാജുവിന് കൊടുത്തത്? വിനയ്, എനിക്ക് എൻ്റെ 2-3 സീൻസ് ഞാൻ രാജു ചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്നപ്പോൾ ലൈക്ക് എനിക്കിപ്പോൾ നമ്മളൊരുമിച്ച് അഭിനയിക്കുന്നതിൻ്റെ അത്ര ഒരു കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ 40 ഇയേഴ്സിൻ്റെ സീനിയറിറ്റി ഒന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. നമ്മൾ ജനറലി അദ്ദേഹം ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത സിനിമ കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഭയങ്കര ജോവിയലായിട്ടുള്ളൊരു ആക്ടറായിരുന്നു പുള്ളി. അപ്പോൾ യാതൊരു തരത്തിലൊരു വൈരുദ്ധ്യം നിങ്ങൾക്ക് അനുഭവിച്ചില്ല ഒരിക്കലും. ഒരുപക്ഷെ വേറൊരു തലമുറയിൽ നിന്നുള്ള ഒരാളാണ്. ഇപ്പം രാജു പറഞ്ഞ പോലെ പ്രേം നസീറിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാരുണ്ട്. പ്രേം നസീർ ആരാന്ന് അറിയാൻ ശരിക്കും പറ. പ്രേം നസീർ ആരാണ്? പ്രേം നസീർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നോ? പിന്നെ എന്തായിരുന്നു? നമ്മളൊക്കെ അറിയില്ല എന്ന് പറയുക എങ്ങനെയാണ്? നമ്മളൊക്കെ എത്രയോ സിനിമകളാണ് കണ്ടേക്കണത്. ഓ അതെ അതെ. എന്താ കാരണം അറിയോ? ഞാൻ ഇക്കുറി ഒരു കോളേജിൽ പോയപ്പോൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർക്ക് പ്രേം നസീറിന് അറിയില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്താ കാരണം വെച്ചാൽ പുതിയ കുട്ടികൾക്ക് പഴയ നടന്മാരെയൊന്നും അറിയില്ല. ഇപ്പോൾ ആ സിനിമകൾ വീണ്ടും വീണ്ടും കണ്ടാൽ ടെലിവിഷനിൽ വന്നാൽ മാത്രമേ അവരറിയുള്ളൂ. പുതിയ കാലഘട്ടമാണ്. ശരിയല്ലേ ഞാൻ പറയണേ? പ്രേം നസീറിന് ഏത് സിനിമ അനുഭവം കണ്ടിട്ടുള്ളത്? അയ്യോ, സിനിമയുടെ പേര് ചോദിച്ചാൽ ഞാൻ ഒരുപാട് പാട്ട്, എന്റെ അച്ഛൻ പണ്ടത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരുപാട് പാട്ടുകൾ കണ്ടിട്ടുണ്ട്. ഏത് പാട്ട് അച്ഛൻ പാടുക? പ്രേം നസീറിന്റെ മറ്റേ പ്രേം നസീറിന്റെ സിനിമയിലുള്ള എല്ലാ സ്വഭാവങ്ങളും അച്ഛനുണ്ടായിരുന്നു? ഇല്ല ഇല്ല. അമ്മയെ പ്രണയിച്ചാണ് കഴിച്ചേ? അല്ല അല്ലേ? അങ്ങനെ ആയിരുന്നില്ല. പ്രണയവിവാഹം ആയിരുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അച്ഛന്. അമ്മ ഉണ്ടോ ഇവിടെ? എന്താണ്, ഏത് പാട്ടായിരുന്നു പാടുന്നത്? പാമരം പളുങ്ക് കൊണ്ട്. ഒന്ന് പാടിക്കാനും പോവാ. പ്രേം നസീറിന്റെ പാട്ടില്ല. പ്രേം നസീറിന്റെ പാട്ട് നോക്കട്ടെ. ഇതിന് ശിക്ഷ അല്ല, അത് സത്യം. എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയി. ശരി, വിട്ടുകളാ. എന്തായാലും പാമരം പളുങ്ക് ഈ 2 വാക്കറിയാം അല്ലേ? ഇനിയിപ്പോ കുടുങ്ങാൻ പോകുന്നവർ ഈ 2 വാക്കിന്റെ അർത്ഥം ഞാൻ ചോദിക്കും. അത് പറയാൻ പറ്റില്ല അനുഭവിക്ക്. പക്ഷെ അമ്മയ്ക്ക് ഈ പാട്ട് ബൈഹാട്ടാണോ? അമ്മയ്ക്ക് അറിയായിരിക്കും. ഈ പാട്ട് അറിയോ? ക്യാമറ 1 സെക്കൻഡ് ഒന്ന് ഇങ്ങോട്ട് മാറട്ടെ. മാറി ഈ ഇരിക്കുന്നതാണ് അനുപമയുടെ അമ്മ. പക്ഷെ ഞാൻ വിചാരിച്ച അനുപമയുടെ ചേച്ചിയാണ് ഞാൻ വിചാരിച്ചേട്ടാ. സത്യമായിട്ട് ഈ അനുഭവം പറയണത് ശരിയാണ്. ഒരുപാട് നുണകൾ അനുഭവം പറയാറുണ്ടെന്ന് എനിക്കറിയാം. ഈ അച്ഛൻ ഇങ്ങനെ എന്താണ് ഇൻവേർട്ടർക്കും ആ പ്രേം നസീറിന്റെ എന്താണ് വിനയ് ഫോട്ടോ ഒന്ന് പറഞ്ഞു കൊടുത്തേ, പാടിക്ക്. പ്രേം നസീറിന്റെ ഒരുപാട് പാട്ടൊക്കെ അച്ഛൻ പാടി നടക്കുമായിരുന്നു. പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകൾ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പി സുശീലയുടെ, ജാനകി അമ്മയുടെ ഒക്കെ പാട്ടുകൾ. എന്താ അമ്മയുടെ പേരെന്താണ്? സുനിത. അച്ഛന്റെ പാട്ടിന്റെ കമ്പം പാട്ടിൽ മാത്രം ഒതുങ്ങിയല്ലോ അല്ലേ? പുറത്തേക്കൊന്നും ആ പാട്ട് പാടിയിട്ട് പോയിട്ടില്ലല്ലോ. അച്ഛനോ? അച്ഛൻ അത്യാവശ്യമൊക്കെ പാടാറുണ്ട് ആള്. എന്തെങ്കിലും ഒരു വേദിയിൽ. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാകാത്തോണ്ടല്ല. അമ്മയാണോ നന്നായി പാടുന്നത്, മോളാണോ നന്നായി പാടുന്നത്? ഞാൻ പാടില്ല. ഇടയ്ക്ക് നന്നായി പാടും. പാടുവോ?
ഇവിടെ കൊണ്ട് പാടിപ്പിക്കണോ? പക്ഷെ ഈ പാമരം പളുങ്ക് കൊണ്ട് അവൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഏത് പാട്ട് അവൾക്ക് പ്രശ്നമുണ്ട്? പക്ഷെ അവളിപ്പോ ആ പാമരം പളുങ്കാണ് പിടിച്ചേക്കുന്നത് ഇപ്പൊ. എങ്ങനെ വന്നു എനിക്കറിയില്ല. അതെനിക്കും അറിയില്ല. ഇതെങ്ങനെ വന്നു അനുഭവം ഈ പാമരം പളുങ്ക്? അറിയില്ല, എനിക്ക് അവിടെ പെട്ടെന്നാണ് ഇപ്പൊ വഞ്ചിയൊക്കെ ഓർമ്മ വന്നു. അപ്പൊ ഈ സ്റ്റുഡിയോ സെറ്റ് കണ്ടപ്പോൾ അങ്ങനെ വന്നു. പെട്ടെന്ന് ഈ പാമരം പളുങ്ക് കണ്ടു. അതാണ്. പക്ഷെ അമ്മ ഒട്ടും പാടില്ലേ? ഇല്ല. പക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ആലുവ പുഴ എന്നുള്ള പാട്ടിന്റെ വരികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മ സുനിത പാടുന്നതായിട്ടാണ് എന്നോട് അനുഭവം പറഞ്ഞത്. അത് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു. ഓക്കെ, ശരി, 2 വരി സുനിത പാടാൻ പോവാണ്. ഓക്കെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. ഇങ്ങനെ ഒരു പണി അമ്മയ്ക്ക് കൊടുക്കണമെന്ന് അനുപമ എന്നോട് പറഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ 2 വരി ഇപ്പൊ അനുഭവം പാടും. എല്ലാവരും കൂടും. ഓക്കെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. ഇത് ശബരീഷാണ് എഴുതിയല്ലേ? എഴുതാൻ പ്രേരണ എന്തായിരുന്നു, പ്രചോദനം? ഈ കഥ തന്നെ. അല്ലാതെ വേറെ ഇങ്ങനെയുള്ള ഇമേജസ് വല്ലതും മനസ്സിലുണ്ടായിരുന്നു? പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ തുടക്കം തൊട്ട് ഞാൻ ഒപ്പം ഉള്ളതല്ലേ, അപ്പൊ അതിന്റെ കഥാ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, പിന്നെ ഇതില് ഈ പടം സാറ് പടം കണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു ലവ് ലെറ്റർ ഉണ്ട്. ആ ലവ് ലെറ്റർ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ലിറിക്സ് എഴുതിയത്. അത് ബേസ് ചെയ്തിട്ട് വേണം, അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആദ്യം പള്ളിയിൽ വെച്ച് കാണുന്നു, അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു അൽഫോൺസ്. പിന്നെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ മനസ്സിൽ കണ്ട് ആലുവപ്പുഴയുടെ തീരത്തു നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂട്ടായ്മയുടെ തുടക്കം. കഥാ സാഹചര്യം ആലുവപ്പുഴയുടെ തീരത്താണ്. എല്ലാം കൂടി ചേർത്ത് എൻ്റെ അടുത്ത് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ശില്പി, പേര് പറയരുത്, എന്നോട് പറയരുത് പറഞ്ഞു, ഈ പടത്തിന്റെ വിജയം, ഈ പടവുമായി സഹകരിച്ച് എല്ലാ പഹയന്മാരും പഹച്ചുകളും പ്രണയത്തിന്റെ കാര്യത്തിൽ ഉസ്താദുമാരായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ ഭൂമിയിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അതെല്ലാം ഒരുപാട് പ്രണയങ്ങൾ ഒരേ സമയത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ട് വലിയ ലബോറട്ടറി ആക്കിയിരിക്കുകയായിരുന്നു ഇവരെല്ലാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞാനിത് എന്താണ് എല്ലാരും കൂടെ കൂട്ടരുത്, നമ്മുടെ കാര്യം പറ. എല്ലാരും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ. എത്ര പ്രണയം നടത്തി ഇതിനിടയ്ക്ക്? എത്ര വയസ്സായി ശബരീഷ്? എനിക്ക് 29 വയസ്സ്. 29. 29 വയസ്സിന്റെ ഇടയിൽ അനുപമ എത്ര ഉണ്ടാവും മൂപ്പർക്ക്? ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്താ അറിയില്ല. അല്ല, പറയാത്തതും പറഞ്ഞതുമായ പല പ്രണയങ്ങളും ഉണ്ടാവില്ല. ഒരുപാട് മേരി മല്ലറും സെലിനൊക്കെ കടന്നുപോയി. കംപ്ലീറ്റ് പറ്റിച്ചു പോയതാണോ അതെയോ ശബരീഷ് പറ്റിച്ചാണോ? പറ്റിക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. അത് കടന്നുപോയി. അവളെ പറ്റിച്ചിട്ട് അവൻ പോയി എന്നൊക്കെ പറയില്ലേ വിനയ ഫോട്ടോ? നമ്മളൊക്കെ പറയാറില്ല അല്ലേ? അവൾ ഇങ്ങനെ ഒരു കൊടുഞ്ചത് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ മൂപ്പർ അങ്ങനെയല്ലോ. മൂപ്പർ സൗമ്യയെ പ്രണയിച്ച് 3 വർഷം തീഷ്ണമായി പ്രണയിച്ച് വേറൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല എന്നുള്ള വ്രതമെടുത്ത് അതിനുശേഷം മറ്റു പെൺകുട്ടികളെ കണ്ട അങ്ങോട്ടേ നോക്കുന്നൊരവസ്ഥ വന്ന് അങ്ങനെ കല്യാണം കഴിച്ചയാളാണ്. സാറിനറിയാലോ? എനിക്കറിയാം, സൗമ്യനോട് പറഞ്ഞിട്ടുണ്ട്. ശബരീഷ്, നമ്മൾ പറഞ്ഞു വരുന്ന പോലെ താങ്കളാണ് ഈ പാട്ട് രചിച്ചയാള്, ഇതേപോലെ അതിന്റെ സംഗീതം, അതിന് ഇക്കുമത്ത് കൊടുത്ത ആള് അല്ലേ? രാജേഷേ, ഈ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന്. ഒരുപക്ഷെ ആ വരികളുടെ ഭംഗിയെ ഒരുപക്ഷെ 10 മടങ്ങായി വർദ്ധിപ്പിച്ചത് ആ സംഗീതത്തിന്റെ ഒരു എന്താ പറയേണ്ട ഒരു ചാലാണ്. ഇത് വരികളും ട്യൂണും ഒരുമിച്ചുണ്ടായതാന്ന് പറയേണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ തന്നെ ഇരുന്ന് ചുമ്മാ ഞാൻ കമ്പോസ് ചെയ്യുന്ന കൂടെ നിങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടോ? ഞങ്ങള് ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ഭൂരിഭാഗം ഈ ഗ്രൂപ്പിലുള്ളവര് ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് ഒരുപാട് കൊല്ലമായിട്ട് 10-12 കൊല്ലമായിട്ട് അറിയാവുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് അറിയാം. അതിൽ അനുഭവം മാത്രമാണ് വഴിതെറ്റി വന്നത്. അതെ, ഇതിന്ന് പരിചയപ്പെട്ട അനുഭവമേയും പിന്നെ വിനയ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഇതേ സ്വഭാവത്തിനെ അനുഭവിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക്? കറക്റ്റ് ആയിട്ട് വന്ന് ചേർന്നു. അതിനാണ് ചേരുംപടി ചേരുക എന്ന് പറയുന്നത്. അതാണ് ഈ പടത്തിന്റെ വിജയം. വിനയ ഫോർട്ട് വേറെ ലെവലിലൊക്കെയാണെന്ന് നടിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം മനസ്സിലായി ഇത് തന്നെയാണ് സംഭവം. കറക്റ്റ് ആയിട്ട് വന്ന് സിങ്ക് എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ പുതിയ തലമുറയിലെ ആൾക്കാർ സിങ്കായി എന്നാ പറയല്ലേ? ഒരു പ്രണയം ശരിയായി കഴിഞ്ഞാൽ എന്താ പറയാ അനുഭവ? സിങ്കായിന്നോ? സെറ്റായി. ഓ,
ഒരു സെക്കൻഡ് അമ്മയോടെ ഇരിപ്പുണ്ട് കേട്ടോ, അധികം സെറ്റാക്കണ്ട കേട്ടോ. അതാണ് വരട്ടെ. പ്രേമം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രസകരമായ പല പല അനുഭവങ്ങളുണ്ടായിരുന്നു. അൽഫോൺസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എല്ലാം രസമായിരുന്നു ഷൂട്ടിംഗ് കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ ശബരിയോടൊരു കാര്യം ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും ശബരിയോട് ചോദിക്കണം എന്ന് കരുതിയ ഒരു കാര്യമാണ്. കാരണം അളിയാ, നമ്മൾ ഒരുമിച്ച് ഡിഗ്രി പഠിച്ചു, ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. പിസ്ത പാട്ട് ചെയ്തപ്പോൾ അൽഫോൺസ് എന്നോട് പറഞ്ഞു അർത്ഥം പാടില്ല, ഒരു വരിക്കും അർത്ഥം പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഭയങ്കര ഭംഗിയായിട്ട് അത് എഴുതി. പക്ഷേ ഈ ബാക്കിയുള്ള പാട്ട്, അതായത് ശബരി എഴുതി രാജേഷ് മ്യൂസിക് ചെയ്ത ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന പാട്ട് ആലുവപ്പുഴ പാട്ടാണ്. അൽഫോൺസിൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം തൊട്ട് ഞാൻ ഞെട്ടി തുടങ്ങിയതാണ്. ശബരി എന്ന് പറയുന്ന ഒരു ഗാന രചയിതാവ്, അത് എൻ്റെ ഒപ്പം നടക്കുന്ന ഒരാളാണോ ഈ പറയുന്ന മലര് പാട്ട് എഴുതിയത്? അതുപോലെ എല്ലാ പാട്ടും അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത്? അൽഫോൺസ് നിന്നെ കണ്ടുപിടിക്കുകയായിരുന്നോ, നീ അൽഫോൺസിനെ കണ്ടുപിടിക്കുകയായിരുന്നോ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ? പിന്നെ രാജേഷ് ഓൾറെഡി എന്നെ ഞെട്ടിച്ചേക്കണെയാണ് നേരം തൊട്ട്. അവിടെ രാജേഷിനോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ മ്യൂസിക്കിൻ്റെ കാര്യം ഇവർ രണ്ടുപേരും ഒന്ന് പറയണം. ശബരീഷേ, നീ എൻ്റെ ഇളയ അനുജൻ്റെ പ്രായമുള്ളൂ, നിന്റെ കൂടെ നടന്നവനാണ് കിച്ചു അല്ലേ? കിച്ചു. പക്ഷേ നിന്റെ ഈ പാട്ട് വന്ന ശേഷം അപ്പോൾ മാറി നിന്നെ വീണ്ടും നോക്കി തുടങ്ങി കുറച്ചല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണെങ്കിൽ പോലും അവരെ ഞെട്ടിക്കുന്നൊരു സ്വഭാവം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറി നിൽക്കുക, ഇത് അവൻ തന്നെയാണോ? ഇല്ല, അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ കുറച്ച് മാറി നിന്നിട്ട് ഇവരെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ എന്താ പറയുക, ഇതിപ്പം അൽഫോൺസ് എന്നെ കണ്ടുപിടിച്ചതോ ഞാൻ അൽഫോൺസിനെ കണ്ടുപിടിച്ചതോ അല്ല, ഇത് ഞാൻ എന്നെ തന്നെ കണ്ടെത്തിയതാണ്. ഒരു വളരെ അറിയാതെ, വളരെ ശബരീഷ് അറിയാതെ താത്വികമായൊരു പ്രസ്താവന നടത്തി. ഫിലോസഫിക്കലാണ്, എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ സീരിയസ് ആയിട്ട് അറിയാതെ വന്നു പോയ വാചകമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടി ഒരു സിനിമ വേണ്ടി വന്നു. അതെ, അത് കറക്റ്റ് ഈ സിനിമയല്ല. ശരിക്കും പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഒരു സംഭവിച്ചിരുന്നു ഇവിടെ, കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ. അപ്പം അതിന്റെ മ്യൂസിക് രാജേഷ് ആയിരുന്നു. അതും രാജേഷ് ആയിരുന്നു മ്യൂസിക്. രാജേഷിന്റെ ഹെയർ സ്റ്റൈൽ ഇതുപോലെ തന്നെയായിരുന്നു അന്നോ? അങ്ങനെ പല രീതിയിലാവും, അത് പല കോലത്തിലാവും. ആയിപ്പോയ ഹെയർ സ്റ്റൈലാണ്. ആയിപ്പോയതാണോ? പിന്നെ വിനയന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് ശബരീഷ് അത് അടിക്കണേ. ഏത് യഥാർത്ഥ ബോൾ അങ്ങോട്ട് അടിച്ചതാണ് അല്ലേ? അത് ഏറ്റവും വലിയ ഗോൾ പടത്തിൽ തന്നെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അർജു അതിൽ കിച്ചു ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്, സിജു എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ആനന്ദായിരുന്നു എന്റെ സിനിമാറ്റോഗ്രാഫി. അപ്പൊ അതിലൊരു ടൈറ്റിൽ ട്രാക്ക് ആയിരുന്നു മെയിൻ ആയിട്ടും ഉണ്ടായത്. ടൈറ്റിൽ ട്രാക്കിൽ നിന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് അതിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതി തീർത്ത്. അതായത് ഒരു നിരാശ കാമുകൻ അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ ഒരാളുടെ ഒരു ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട് പറയണം. ഓ മൈ ലൈഫ് ചൂടാറിയ വിത്തൗട്ട് കട്ടൻ കാപ്പി. ഓ മൈ ലൈഫ് ചൂടാറിയ വിത്തൗട്ട് കട്ടൻ കാപ്പി. ഓ മൈ ലൈഫ് ചൂടാറിപ്പോയി വിത്തൗട്ട് കട്ടൻ കാപ്പി. വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ ഷുഗർ ഇല്ല. അതായത് ഭയങ്കരമായിട്ട് എന്റെ കഴിക്കുന്നു എന്നുള്ളതിന്റെ വേറെ ഇത്. അതും പിന്നെ വേറെ ഒരു ചെറിയ ലൈൻ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞപ്പോ ഓക്കെ എനിക്ക് തന്നെ തോന്നിയ കൊള്ളാമല്ലോ. അപ്പൊ എന്നിട്ട് ഞാൻ ഉടനെ ചോദിക്കായിരുന്നു, പ്രേമത്തിലെ പാട്ട് ഞാൻ എഴുതിക്കോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ധൈര്യമായിട്ട് എഴുതിക്കോളാൻ അൽഫോൺസ് എടുത്ത് വെച്ചാൽ അത് ധൈര്യമായിട്ട് എഴുതി. എന്ത് ധൈര്യത്തിൽ അവർ പറയുന്നത് അറിഞ്ഞൂടാ. ഇവര് രണ്ടുപേരെക്കാളും ധൈര്യമാണ് അൻവറിക്ക് ഒരു തേങ്ങ അറിഞ്ഞൂടാ എന്നെ കുറിച്ച്. ഇവരാണെങ്കിൽ കുറച്ചു കാലം കൂടെ നടന്നിട്ടുണ്ടെന്നെങ്കിലും പറയാം. അപ്പൊ ഇവരെല്ലാവരും ധൈര്യം കണ്ടപ്പോ എനിക്ക് ആ ധൈര്യം വന്നു. ഞാൻ ധൈര്യമായിട്ട് എഴുതി. പക്ഷെ കട്ടൻ കാപ്പിക്ക് ഒരുപാട് വിത്തായി. യഥാർത്ഥത്തില് സംഭവിച്ചു പോയത് നിങ്ങൾ വളരെ ശുഷ്കമെന്ന് കരുതുന്ന പല ലൈനുകൾക്കും ഒരുപക്ഷെ പുതിയ തലമുറയുടെ ഭാവുകത്വത്തെ കരിപ്പിടിപ്പിക്കാൻ പറ്റി. ഇല്ലേ വിനയ്? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ 2 മക്കളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. ഈ സിനിമ കഴിഞ്ഞ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന ചില പ്രതികരണങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും. ഒരു വിദ്വാനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിവിൻ പോളിയേക്കാൾ ഇഷ്ടപ്പെട്ട് വിനയ് ഫോട്ടനെ കേട്ടാ. ഒരു എഴുന്നേറ്റ് നിന്ന് കാഴ്ചയാണ്. അത് കേട്ടപാട് ഇൻസ്റ്റൻ്റായിട്ട് എൻ്റെ മകൻ ആനന്ദ്, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക, എനിക്ക് മേരിയെ ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞ നീ തുടങ്ങിയാ ഇത്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ സിനിമയുടെ പ്രത്യേകത നായകനെ മാത്രമല്ല ഇഷ്ടപ്പെട്ടത്, ഓരോ കഥ. ചിലർ പറഞ്ഞു മലറിനെ ഇഷ്ടപ്പെട്ടത്, ശബരീഷിന് ഓരോ കഥാപാത്രങ്ങൾക്കും ഒരുപാട് ഫാൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഈ സിനിമയുടെ. ശബരീഷ്, ഞാൻ പറഞ്ഞത് ശരിയാണോ? പിന്നെ അതിനകത്തൊരു ഒരു മർമ്മം ഉണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ ഫുള്ളി ക്രെഡിറ്റ്. ഇപ്പോൾ പല ആളുകളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ
ഞാൻ സിനിമാ ജീവിതം തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തോളം. ഇപ്പോൾ പ്രേമം ഇറങ്ങിയിട്ട് ഒരാഴ്ച എനിക്ക് കിട്ടിയ ഫേസ്ബുക്ക് മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാകും എൻ്റെ കരിയറിൽ ഇപ്പോൾ ഇവൻ ഷട്ടർ പോലത്തെ ഒരു സിനിമയിൽ നല്ലൊരു വേഷമൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നിട്ട് കൂടി കിട്ടാത്ത അത്തരം ഒരു റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ ഫുള്ളി ക്രെഡിറ്റ് കൊടുക്കുന്ന ഡയറക്ടറിന് തന്നെയാണ്. ഈവൻ ഈ ഇങ്ങനത്തെ ഒരു വേഷം എന്നോട് അൽഫോൺസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു, എനിക്കൊരു 5 ദിവസം ഷൂട്ടാണ് അൽഫോൺസ്, 5 ദിവസമുള്ളൂ വിനയ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ കുറച്ചും കൂടി ലൈക്ക് മേജർ റോൾസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് ഞാൻ 5 ദിവസം ചെയ്താലോ, ലൈക്ക് റോള് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം കുറയുന്നു എങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ നേരം രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഹീറോന് കൊടുക്കുന്ന സെയിം ഇമ്പോർട്ടൻസ് അൽഫോൺസ് എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അതിൽ ആ വട്ടിരാജ എന്നുള്ള കഥാപാത്രത്തിന് ഒരുപക്ഷെ നായകനേക്കാളും വേണമെങ്കിൽ കയറി നിൽക്കുക. അതെ. പിന്നെ ഓരോ സീൻസ് ഉണ്ടല്ലോ സാർ. ഇപ്പോൾ ഈവൻ നിവിനുള്ള സീൻസ്, നിവിൻ ഒബ്വിയസ്ലി നമുക്കറിയാം സ്റ്റാറാണ്, അല്ലെങ്കിൽ നമ്മളെ സിനിമയിലുള്ള ഏകമാത്ര താരം നിവിനായിരിക്കാം. അപ്പോൾ നിവിനുള്ള സീൻസ് ആണെങ്കിൽ കൂടി അവിടെയാണ് ഞാൻ അൽഫോൺസ് പറഞ്ഞൊരു മേക്കറിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. നിവിനുള്ള സീനാണെങ്കിലും നമ്മളുണ്ടെങ്കിൽ ഏതാണ്ട് ഈക്വൽ സ്പേസാണ് അൽഫോൺസ് വരുന്നത്. നമ്മൾ ഡയലോഗ് പറയുന്നില്ലെങ്കിൽ കൂടി ഒരു സീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനും സൗബിനൊക്കെ ഉണ്ടെങ്കിൽ മുഴുവൻ സീൻ്റെ റിയാക്ഷൻസ് നമ്മളുടെ എടുക്കും. പിന്നെ 5 ദിവസം ഷൂട്ട് എന്നുള്ളത് നമ്മൾ പോയി നമ്മൾ ലൈക്ക് ആ കെമിസ്ട്രി വർക്കായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ചുരുങ്ങിയത് ഒരു 16 ദിവസം ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ മേക്കർ നമുക്ക് അത്രത്തോളം സ്പേസ് തന്നു. അതുകൊണ്ട് മാത്രമാണ് ലൈക്ക് ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. പിന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ ഈ സിനിമയിൽ 95% ആളുകളും പുതുമുഖങ്ങളാണ്. 3 നായികമാർ പുതുമുഖങ്ങളാണ്. ഇവരെല്ലാവരും വളരെ മനോഹരമായി അഭിനയിച്ചു. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ 3 നായികമാര്. അതെ, 3 നായികമാരല്ല, 3.5 നായിക. ആരോ പറഞ്ഞു കേട്ടു അനുഭവം വന്നത് ഒരു വൈക്കോൽ ത്രൂവും കൊണ്ടാണ് സിനിമയിലേക്ക്. വിനയ് പറഞ്ഞൊരു കാര്യം, വിനയുടെ ഒരു 6 വർഷമായി തുടങ്ങിയിട്ടല്ലേ. ഒരുപാട് സിനിമകൾ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ ഞാൻ 2-3 സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിൽ ഷട്ടർ, ഇതിലൊക്കെ ഒരുപക്ഷെ അതിൻ്റെ ദൈന്യത, അതിൻ്റെതായ എന്താ പറയുക നിസ്സഹായാവസ്ഥ, ഇതൊക്കെ വിനയ്ക്ക് നന്നായിട്ട് പ്രതിഫലിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായി. ഒരുപക്ഷെ ഹ്യൂമർ ഇല്ല എന്ന് വിചാരിച്ച് ഹ്യൂമർ വർക്കൗട്ട് ചെയ്തു. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ടി വന്നില്ല. വളരെ ആണാണ് തീർച്ചയായിട്ടും. അല്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഹ്യൂമർ തോന്നുന്ന സാധനം എനിക്ക് എൻ്റെ ജഡ്ജ്മെന്റിലുള്ളതല്ല, അത് ആ മൊമെന്റിൽ സംഭവിക്കുന്നതാണ്. വേറെ ഇമോഷൻസ് ഒക്കെ ഇപ്പോൾ ലൈക്ക് ഒരു ഇമോഷണൽ സീനാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ അരിശപ്പെടുന്ന ഒരു ഇതൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഹ്യൂമർ ഈ സട്ടിലായ സംഭവത്തെ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് ആ മൊമെന്റിൽ ഇത് ചെയ്യുമ്പോൾ വിനയ്ക്ക് തോന്നിയിരുന്നു, ദൈവമേ ഇത് ഹ്യൂമർ ആയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വലിയൊരു അപകടം ഉണ്ടാവില്ല എന്നുള്ള അത് ഉറപ്പ് വരുത്തിയ ഒരു പ്രോസസ്സാണ്. കാര്യം നമ്മൾ ഹ്യൂമറിന് വേണ്ടി ഒന്നും കട്ടി ആരോ വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. വരട്ടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പ്രേമം കണ്ട ഒരുപാട് ലക്ഷം പ്രേക്ഷകർക്കൊപ്പം ഞാനും ഒരു പ്രേക്ഷകനാണ്. എല്ലാവരെയും പോലെയും പ്രേമം ഒരുപാട് എനിക്കിഷ്ടമായി. പ്രത്യേകം ഈ ഒരു അവസരത്തിൽ ദ ഹോൾ ടീം ഓഫ് പ്രേമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. അൽഫോൺസിനോടും നിവിനോടും ഒക്കെ അത് കൺവേ ചെയ്യുക. ഇപ്പോൾ ഇവിടെ വിനയും നമുക്കറിയാം, മറ്റ് പ്രേമത്തിലെ സ്റ്റാർസ് എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി വിനയാണ് അറിയാവുന്നത്. മാവ സാർ ഇത് ചെയ്തപ്പം മാവ സാറിന് ഉറപ്പുണ്ടായിരുന്നോ? ഇത് എനിക്ക് തോന്നുന്നു വിനയുടെയും ഏറ്റവും എന്താ പറയുക, വിനയ് കൂടുതലും സീരിയസ് റോൾസാണ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് ഹ്യൂമർ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ വിനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ആ കോൺഫിഡൻസ് വിനയിൽ ഞാൻ കണ്ടിരുന്നു. സ്ക്രീനിൽ നമുക്ക് കാണുമ്പം ഇത് തിയേറ്ററിൽ ചിരി ഉണ്ടാക്കും, അതറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തതാണോ? അജു ഒരു ഹ്യൂമറിന്റെ രംഗത്ത് വിരാജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതിന്റെ എല്ലാ സങ്കീർണതകളും അറിയാവുന്ന ഒരു വിദ്വാൻ കൂടിയാണ്. അപ്പം വിനയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ള വികാര വിക്ഷോഭങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുന്ന അജുവിനെ പോലുള്ള ആൾക്ക് അല്ലേ ശബരീഷ്? അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യമാണത്. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 ദിവസത്തെ ഷൂട്ടിന് വിളിച്ചപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നത്. അതിനുശേഷം ഈ അൽഫോൺസ് നമ്മളിങ്ങനെ എല്ലാ പുതിയ ആളുകളെ കാസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈവൻ നമ്മളടക്കം ഇപ്പൊ ഞാൻ ഈ സിനിമയിൽ ഭാഗമാകുന്നത് ഒരു ഓഡീഷന് ശേഷമാണ്. അൽഫോൺസ് എന്നെ വിളിച്ചു. അൽഫോൺസിന്റെ ഭാർഗവി നിലയം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി അൽഫോൺസ് ടാബിൽ ഷൂട്ട് ചെയ്തു. എന്നിട്ട് അൽഫോൺസ് തന്നെ ഉറപ്പ് വരുത്തിയിരുന്നത് നമ്മളിത് ചെയ്യും എന്നുള്ള തരത്തിൽ. അപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു. അതിനുശേഷം സ്ക്രിപ്റ്റ് കിട്ടി. മോഹസിൻ തന്നെ നമ്മളെ ചീഫ് അസോസിയേറ്റ് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അതിൽ ഞങ്ങളൊരു ക്യാൻറ്റീൻ സീൻ ഉണ്ട്.
അപ്പൊ അധികം സ്ക്രീൻ സ്പേസ് ക്യാൻറ്റീനിൽ വേറൊരു മാഷ് വിനയെ പറ്റിച്ചിട്ട് കുറെ ഭക്ഷണം കഴിക്കുന്നു. അതല്ല സർ, നമ്മള് ക്യാൻറ്റീനിൽ വന്നിട്ട് രസം കാര്യം പറയുന്നത്. അപ്പൊ ആ ഒരൊറ്റ സീൻ വായിച്ചപ്പോ എനിക്കറിയായിരുന്നു ഇതിപ്പോ എത്ര ഏക്കറായി അവസാനം 500 900 ആക്കി. അപ്പോ ഇത് ലൈക്ക് ഇത് ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ സിനിമ ഇത്ര ഹ്യൂജ് ലൈക്ക് സിനിമ വളരെ നല്ല സിനിമയെന്ന് അറിയായിരുന്നു. പക്ഷെ ഈ ഒരൊറ്റ സീനിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഈ ഒരു സീൻ ഞാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാകും നമ്മൾ നല്ല ഒരു ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ബോണസ് ആയിരുന്നു. ഇവൻ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സീൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിട്ട് ഷോക്ക് അടിച്ച് വീഴുന്നായിരുന്നു. അൽഫോൺസ് ലൈക്ക് ഭയങ്കര ജെനുവിനും ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഒരാളാണ്. പുള്ളി എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനൊരു സീനുണ്ട്, പക്ഷെ അതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ കയറുന്ന കാണിക്കും, പിന്നെ വേറെ സീനായിരിക്കും, എൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ഇതുണ്ടാവും എന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഞാൻ ഷോക്ക് അടിച്ച് വീഴുന്നത് എന്റെ പാട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അൽഫോൺസിന്റെ ഗൈഡൻസിലാണ് ഈ ഓരോ സാധനങ്ങൾ വർക്ക് ആകുമ്പോഴും ഈ ലൈക്ക് അൽഫോൺസ് നമുക്ക് കൂടുതൽ സ്പേസ് തന്നിരുന്നു. അതെ, വിനയുടെ ആ അഭിനയത്തിന്റെ മികവിന് ഇതാണ് ഒന്ന്. ഇപ്പൊ കേരളം മുഴുവൻ ചിരിക്കുന്ന ജാവ സിമ്പിൾ ആണ്, മറ്റേ ഇതാണ് റോബസ്റ്റ് ആണ്. ജാവ സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ജാവ ഈസി ആയിട്ട് പഠിക്കാം. പിന്നെ പക്ഷെ പവർഫുൾ എന്ന് പറയുന്ന അർത്ഥം എന്താ? പവർഫുൾ, വളരെ പവർഫുൾ ആണ്. ഇതാണ് സംഭവം. അതെ, ആ സമയത്ത് എന്നെ അഭിനയിക്കുമ്പോ അവിടെ ഇരുന്ന ഒപ്പം അഭിനയിച്ചിരുന്ന കുട്ടികളും ഞങ്ങളും എല്ലാം ഞങ്ങൾ മാറിന്ന് കാണുമായിരുന്നു. ഞങ്ങളെ ഷൂട്ടിൽ വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് നിന്ന് എല്ലാം കണ്ടോണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും ശരിക്കും മനസ്സ് തുറന്ന് ശരിക്കും ചിരിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും ചിരിക്കുന്ന പോലെ തന്നെ. അതേപോലെ ഈ പറഞ്ഞ പോലെ ഈ ഷോക്ക് അടിക്കുന്ന സീൻ വളരെ രസമുള്ളൊരു ഓർമ്മയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീൻ എന്താണ്. അപ്പൊ അവിടെ ഒരുപാട് ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞൂടാ എന്താ നടക്കാൻ പോണേ. അവര് ഞങ്ങൾ പറയണ കൈ അടിക്കോ ചിരിക്കോ ഇതൊക്കെ തന്നെയാണല്ലോ ഇത്. അപ്പൊ അവിടെ ഈ മൈക്ക് സെറ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി മിമിക്രി, താറാവിന്റെ ശബ്ദമൊക്കെ കാണിച്ച് ചുമ്മാ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പൊ ആ പുള്ളി ഇവിടെ ഇന്ന് പുള്ളി ഇത് ചെക്ക് ചെയ്യുന്ന അപ്പൊ ഇന്ന സീനാണ് എടുക്കണം എന്ന് പറഞ്ഞാൽ വിനയ് ഷോക്ക് അടിച്ച് ഇങ്ങനെ വീണ് കഴിഞ്ഞപ്പോൾ പുള്ളി ഓടി നോക്കിയോ എന്താ പുള്ളി ഉടനെ ചെക്ക് ചെയ്യാൻ തുടങ്ങാൻ പുള്ളിക്ക് ശരിക്കും ഷോക്ക് അടിച്ച് വീണു. പറഞ്ഞാൽ എന്റെ മൈക്കിന് ഒരു കുഴപ്പമില്ല, ഇത് വേറെ എന്താ. അപ്പൊ ഉടനെ ചേട്ടാ ഇത് സീനിലെയാണ് പുള്ളി. അപ്പൊ അത്രയ്ക്ക് ശരിക്കും ഒറിജിനൽ ആയിട്ട് പുള്ളി അങ്ങോട്ട് വിചാരിച്ചു വിനയ് വീണ് കഴിഞ്ഞപ്പോ. അതൊക്കെ ബോണസ് ആയിരുന്നു. അല്ല, അത് അത്രയ്ക്ക് ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് വിനയ് അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങി. വരട്ടെ വിനയന് വേണ്ടിയിട്ട് ഒരാളും കൂടി വരുന്നുണ്ട്. വിനയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശിവൻ സാർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അപ്പോൾ ആ ശിവൻ സാറ് ചിത്രത്തിലുടനീളം ശിവൻ സാറിന് സംശയമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാവോ, ഞാൻ അങ്ങനെ ചെയ്താൽ ഇഷ്ടമാവോ, ഇത് ഇഷ്ടമാവോ, അത് ഇഷ്ടമാവോ, ഞാൻ ഇത് കഴിക്കട്ടെ അത് കഴിക്കട്ടെ, അങ്ങനെ സംശയമാണ്. ചെയ്യുന്ന സമയത്തും വിനയന് അതേപോലെ ഒരു ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു അവിടെ. ഇത് ഞാനിങ്ങനെ കോമഡി ചെയ്താൽ വർക്കൗട്ട് ആവുമോ? പക്ഷേ കേരളം ഒന്നാകെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ് ശിവൻ സാറിൻ്റെ ധർമ്മസംഘടനകൾ കാണുമ്പോൾ. അപ്പോൾ ഞാനതാണ് വിനയോട് ചോദിക്കുന്നത്, വിനയ്ക്ക് അന്നുണ്ടായിരുന്ന സംശയം ഇപ്പോൾ കൃത്യമായിട്ട് മാറിയില്ലേ? വിനയ്ക്ക് സംശയം മാറാതില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതൊരു നടനും ഏതൊരു സിനിമാ ലൊക്കേഷനിലും ഒരുപാട് ആശങ്കകളുണ്ടാവും. ഇതെങ്ങനെയാണ് അവസാനം വർക്കൗട്ട് ചെയ്ത് വരിക? എനിക്കൊരു ആശങ്ക ലൈക്ക് തീർച്ചയായിട്ടും വേറെ മറ്റു പല സിനിമകളിലും മറ്റു പല വേഷങ്ങളിലും നമുക്കുണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആശങ്കയോ ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ എല്ലാവരും, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ അത്രയ്ക്ക് വർക്കൗട്ടാണ് സിനിമ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒരു ദിവസം ഒരു കേരളീയൻ ചുരുങ്ങിയ പക്ഷം 10 പ്രാവശ്യം പ്രേമം എന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. ലൈക്ക് പൊതുവെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു റീസൺ, ഒരു 1.5-2 വർഷമായിട്ട് ഒരു പറ്റം ചെറുപ്പക്കാർ ഈ പ്രേമം എന്ന് പറഞ്ഞ സിനിമക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്താണെന്ന്. 2 വർഷമായിട്ടല്ലേ? 1.5 വർഷം കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയാണ്. ഈ പ്രേമത്തിന്റെ വൈറസ് കയറിയിട്ട് 1.5 വർഷമായിരുന്നു. 1.5 വർഷം. അനുപമ ഈ പ്രേമം എന്നുള്ള സിനിമയിലേക്ക് വരുന്നത് വളരെ ആകസ്മികമായിട്ടാണ് അല്ലേ? പ്രത്യേകിച്ച് യാതൊരുവിധ, ഞാനെവിടെയോ ആരോ പറഞ്ഞു, അതായത് അമ്മയുടെ അച്ഛൻ്റെയും പെർമിഷൻ ഒന്നും മേടിച്ചിരുന്നില്ല അല്ലേ? ഫോട്ടോ അയക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഓഡിഷന് വിളിക്കുമ്പോഴാണ് അവരുടെ അടുത്ത് പറയുന്നത്. സാധാരണ കോളേജിൽ പഠിക്കാൻ വിടുന്നു, പക്ഷെ സിനിമയിലേക്ക് പോകുമ്പോൾ പണ്ടത്തെ അത്രയും കൺസർവേറ്റീവ്സും ഇല്ലെങ്കിൽ പോലും ഇന്നും പെൺകുട്ടികൾ സിനിമയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരുപാട് ആശങ്കകളുണ്ട്. അച്ഛനമ്മയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, ചെറുപ്പം മുതലേ അവർക്കറിയാം എൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മൂവി, ഡാൻസ് അങ്ങനെ കാര്യങ്ങളിലോടാണ്. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഫാമിലിയും സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ആദ്യം ഞാൻ ഈ ഫോട്ടോ വെച്ച കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് ചൂടായി. കാരണം ഒരു പരിചയമില്ലാത്ത, നമുക്കൊന്നും അറിയില്ല,
ദെൻ എന്ത് ധൈര്യത്തിലെ ഫോട്ടോ അയച്ചെന്നുള്ള രീതിയിൽ. ബട്ട് ഇവിടെ വന്ന് ടീം ഓഡിഷൻ വന്നപ്പോൾ അച്ഛനുണ്ടായി, ടീമുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അത് അറിഞ്ഞപ്പോൾ അച്ഛൻ കംഫർട്ടബിളായി, അച്ഛൻ വാസ് ഹാപ്പി വിത്ത് ഇറ്റ്. ഒരു സുഹൃത്തിന്റെ നിമിത്തമാണല്ലേ ഇതിലെത്തിച്ചേക്കുന്നത്. അതെ അതെ ഉറപ്പായിട്ടും. ഇതൊക്കെ ശബരീഷെ, ജീവിതം എന്ന് പറയുന്നത് ആകസ്മികതകളുടെ ഒരു കൂമ്പാരമാണ്. ഒരു പക്ഷെ ഒരു സുഹൃത്തിന് ഒരു ഫേസ്ബുക്ക് കാണാനും അതിൽ പോസ്റ്റ് ചെയ്യാനും തോന്നിയിരുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അനുഭവം ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. അല്ലേ? എന്തൊരു മാറ്റമാണ് അനുഭവിക്കുണ്ടായത്. അനുഭവിക്ക് ഒരുപാട് മാറ്റങ്ങൾ സിനിമയ്ക്ക് വന്ന ശേഷം ഉണ്ടായെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. നോക്കാം, ആരെങ്കിലും ഒരാളോ നോക്കട്ടെ. അനുപമയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അനുപമ ഓഡിഷൻ വന്നപ്പോൾ ഇത് ഓഡിഷൻ ഒരു TV പ്രോഗ്രാമാണ്, അനുപമേനെ പറ്റിക്കാനായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണെന്ന് അനുപമയ്ക്ക് ഡൗട്ട് വന്നു. അങ്ങനെ ഡൗട്ട് വരാനായിട്ട് എന്താണ് കാരണം? നിങ്ങളെയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്ത ആളാണ് അല്ലേ? ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ കലാപരമായിട്ടുള്ള ഒരു കഴിവാണ് ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയുക ഒരു ബോണസ് എന്ന് പറയാം. അനുപമ, ആനന്ദ് ചോദിച്ചിരിക്കുന്നു. അയ്യോ, അതിന് ഏറ്റവും വലിയ കാരണം എൻ്റെ അമ്മയാ. എന്ത് പറ്റി? ഞങ്ങൾ ആ സമയത്ത് മറ്റേ ടേക്ക് ഇറ്റ് ഈസി പരിപാടി ഇല്ലേ, അതൊക്കെ കണ്ട് ഓരോരുത്തരെ പറ്റിക്കാൻ ഇതേപോലെ ഓരോ അതേപോലെ വല്ല പണിയാണോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ സെക്കൻഡ് ഓഡിഷൻ ആയപ്പോഴാണ് നിവിൻ ചേട്ടനൊക്കെ വന്നപ്പോ വിശ്വാസം ഇതാ ശരി ഇത് ഒറിജിനൽ സംഭവമാണെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഓഡിഷൻ കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു? അല്ല, അമ്മ അവിടെ നിന്ന് ദേ പൊന്നു സൂക്ഷിച്ച് ചെയ്താൽ മതി, അവര് ചിലപ്പോ ഇത് മറ്റേ എന്താ പറയാ ടേക്ക് ഇറ്റ് ഈസിക്ക് കൊടുക്കും, അതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ അമ്മയാണ് അവിടെ ഇരുന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചാള്. അതിൽ അമ്മയും കഥാപാത്രമായിരുന്നില്ലേ അപ്പൊ? അല്ല, അമ്മയുടെ മുകളിലേക്കും ഒരു ക്യാമറ പോയാലല്ലേ ടേക്ക് ഇറ്റ് ഈസി ആവുള്ളൂ അന്നേരം. ശരിയാ, അതെ, കൺഫ്യൂഷനായി. എല്ലാം പോയി. വരട്ടെ, ഒരാളും കൂടി. എനിക്ക് ചോദിക്കാനുള്ളത് മേരി എന്ന് പറയുന്ന അനുപമയോടാണ്. പല ഇൻ്റർവ്യൂകളിലായിട്ട് ഞങ്ങളെല്ലാവരും കേൾക്കുകയാണ്, ഞങ്ങൾ ഭയങ്കരമായിട്ട് റാഗ് ചെയ്തു ഫസ്റ്റ് വന്നപ്പോൾ എന്നുള്ളത്. അത് ഒരുപാട് ഇൻ്റർവ്യൂസിൽ മേരി പറയുന്നത് അല്ലെങ്കിൽ അനുപമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? സത്യസന്ധമായ മറുപടി പറയണം. ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? കാരണം ബ്രിട്ടാ സാറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നുണ പറഞ്ഞതിന് ആൾക്ക് പെട്ടെന്ന് ഞാൻ നുണ പറഞ്ഞാൽ പിടിക്കും ഞാൻ ഉറപ്പായിട്ട്. അല്ല, ഒന്നും നിങ്ങൾ ഇവരെല്ലാം കൂടി ഈ പാവം കൊച്ചിനെ റാഗ് ചെയ്തോ? ഇവര് അത് അൽഫോൺസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല. ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ഓഡിഷൻ. സുപ്രീം കോടതി പിന്നെ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം നിങ്ങളൊക്കെ ഒരു 5 വർഷം ജയിലിടേണ്ടതാണ്. അത് കോളേജിലല്ല, ഇതൊന്നും വേറെ, ഇത് പുറത്തല്ല. ഇത് ശരിക്കും ഒരു ആക്ടറിനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. വിനയ രക്ഷപ്പെടുത്തിയത്. വിനയ വിചാരിച്ചെന്താ അറിയാം, വളരെ സീരിയസ് ആയിട്ട് ആ സിനിമയിലെ സാറ് വിചാരിച്ചാലോ വളരെ ഗൗരവത്തില് ഒരുപക്ഷെ നിങ്ങൾ അകത്താകുന്ന ഒരു പേടിയിൽ പുള്ളി പറയാം, അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഇങ്ങനെ മോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് വിമൽ സാർ അനുപമ റാഗ് ചെയ്തോ ഇവര് ശരിക്കും പറഞ്ഞത്? അതെ, ഞാൻ ഏതോ ഇന്റർവ്യൂല് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നത് നിവിൻ ചേട്ടൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു വാർത്തയാണ് കാണുന്നത്. അടിച്ചോ ഗെറ്റ് ഔട്ട്? അത് ആക്ച്വലി ഞാൻ ഈ സിംഹമടയിലേക്ക് ചെല്ലണത് അവരെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അതായത് നേരെ സിനിമ ഞാൻ കണ്ടിരുന്നില്ല അവരുടെ. ഇവരെ ആരെയും അറിയില്ല. ഇവരെ ഞാൻ നേരത്തെ പാട്ട് കണ്ടിട്ടുണ്ട്, അതിന്റെ സീൻസ് കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ എനിക്ക് ഫുൾ മൂവി ഇരുന്ന് കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ എന്തെന്ന് വെച്ചാൽ കിച്ചുചേട്ടനും ശബിചേട്ടനും അവരൊക്കെ എന്താ കാരണം വെച്ചാല് അനുപമനെ തെറ്റി പറയാൻ പറ്റില്ല. അനുപമ ഈ പ്രേം നസീറിന്റെ സത്യന്റെ പടങ്ങൾ മാത്രമേ കാണുള്ളൂ. പാവരം പളങ്ക് കണ്ട ആ പാട്ടൊക്കെ ലയിച്ച് പ്രേം നസീറിനെ അച്ഛൻ പഠിപ്പിച്ച. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ ഈ പറഞ്ഞ ചെറുപ്പക്കാരുണ്ടാക്കിയ രാജേഷേ ഇതൊന്നും ഈ കുട്ടിക്ക് ബാധകമല്ല. ഓക്കെ, ശരി, പറഞ്ഞു. ഇല്ല, അപ്പൊ ഇവരൊക്കെ കൂടി എന്നോട് ചോദിച്ചു നേരം കണ്ടു എന്നുള്ളത്. അപ്പൊ ആദ്യം അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ മനസ്സിലായി ടീം ഭയങ്കര പ്രശ്നമാണ്, ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും തിരിച്ച് ഡബിൾ ആയിട്ട് ഇങ്ങോട്ട് വരും എന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് നൈസായിട്ടുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഉള്ള കാര്യം പറഞ്ഞു. അതെന്താ കാരണം അറിയോ? അനുപമ വരുന്ന ഈ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്തുനിന്ന് അവിടെ ഉള്ളവരുണ്ടല്ലോ വെട്ടി തുറന്ന് പറയും, ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറയും. ഒരു ഭയവും ഇല്ല അവർക്ക്, സീരിയസ് ആയിട്ട്. ശരിയല്ലേ? അങ്ങനെയല്ല, ഭാഷയുടെ ഒന്നും പ്രത്യേകിച്ച് ഇങ്ങനെ വളച്ച് പറയാൻ പറ്റില്ല. വിനയൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെയൊക്കെ വളഞ്ഞ പയ്യെ. എന്നിട്ട് അപ്പൊ അന്ന് അവര് പിടിച്ചതാണ് ആ പോയിന്റ്. നെക്സ്റ്റ് ടൈം നിവിൻ ചേട്ടൻ വന്നപ്പോ അവര് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിവിൻ ചേട്ടൻ പറഞ്ഞു, ഏയ് നേരം കാണാത്ത കുട്ടിയൊന്നും നമുക്ക് വേണ്ട, പൊക്കോ 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 അങ്ങനെ പറഞ്ഞു. അപ്പൊ സീരിയസ് ആണെന്ന് വിചാരിച്ചു?
അപ്പൊ ഗെറ്റൗട്ട് അടിച്ചു. അടിച്ചു അടിച്ചു. ഗെറ്റ് ഔട്ട് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് മലയാളത്തിൽ പറഞ്ഞു. അതെ. ഇറങ്ങി പോകും. ഇറങ്ങി പോകുന്നു. ഇവിടെ നിൽക്കണ്ട, പൊക്കോ പൊക്കോ, കടന്നു ഈ കുട്ടി വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ ഞാൻ അവിടുന്ന് പോയില്ല, ഞാൻ അവിടെ അങ്ങാണ്ട് നിന്നു. പിന്നെ എന്ത് ഈ മാഷന്മാര് പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാണ് പിന്നെ നിവിൻ പോളി പറഞ്ഞിട്ട് കേൾക്കുന്നത്. ഈ ആദ്യത്തെ ഈ മേരി എന്നുള്ളൊരു കഥാപാത്രമാണ് ഒരുപക്ഷെ ഈ സിനിമേനെ ഒന്ന് സ്പിൻ ചെയ്യുന്നത്. ഒരു പക്ഷേ മേരി എന്നുള്ള കഥാപാത്രം വിനയുടെയൊക്കെ മുമ്പിൽ പോയിട്ടുള്ള ഒരു ജനറേഷൻ്റെ മനസ്സിൽ, വിനയുടെ മനസ്സിലുണ്ടായിരുന്നു ആ കഥാപാത്രം? ഇല്ല, മേരി എന്നുള്ളൊരു ക്യാരക്ടർ, സൈക്കിള്. തീർച്ചയായിട്ടും. അയ്യോ, നമ്മളുടെ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള പരിപാടി അതൊക്കെ. സൈക്കിളിൽ പോയിട്ടുണ്ട് പിന്നെ എന്നിട്ട് അടി കിട്ടിയോ? അടി കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ജനറേഷനും സൈക്കിളിൽ പോവുകയും പെൺകുട്ടികളെ വളരെ സിമ്പിൾ ആണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. മേരിക്ക് അത് സംഭവിച്ചിട്ടുണ്ടാകാം. ഒരുപാട് പേര് ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏത് ക്ലാസ്സിലായിരുന്നു നേരം? പിന്നെ അനുപമ 11 12 ക്ലാസ്? അല്ല, ലവ് ലെറ്റർ ഒന്നും പിടിച്ചിട്ടില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അവൾക്ക് അങ്ങനെ തോന്നിയ ഒരു അഫെയറിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നായിരുന്നു? 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണോ? +1 +2 പഠിക്കുമ്പോഴാണ്. +1 പഠിക്കുമ്പോഴാ? +1 ആണ് പ്രശ്നം. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? അവള് ശരിക്കും പറഞ്ഞ നല്ല കുട്ടിയാട്ടോ, എൻ്റെ മകളായതുകൊണ്ട് പറയല്ല. എന്താ വെച്ചാ അത്രയും ഡെപ്തിലുള്ള ഒരു അഫെയർ അവൾക്ക് ഉണ്ടായിട്ടും നമ്മൾ അതിന്റെ ഒരു ഫീല് അല്ല അതിന്റെ ഒരു ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും അവൾ അതിൽ നിന്ന് പിന്മാറി. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും അവൾക്ക് സത്യം ഇഷ്ടമാണോ? അവള് ദേഷ്യമില്ല, ആളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അവൾ എനിക്ക് വാക്ക് തന്നേക്കണത് എന്താ വെച്ചാ അവളിനി ഒരിക്കലും ഒരു അഫെയറിൽ, കാരണം അതിന്റെ എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും അവൾ ആ ഒരു സമയത്ത് അനുഭവിച്ചു, കുറച്ച് നാള് അത്രേ. അത് കഴിഞ്ഞ് അവള് പക്ഷെ പഠിച്ചു, എക്സാം എഴുതി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല നമസ്കാരം. ഇനി അവള് ചെയ്യില്ല. വളരെ സന്തോഷം. ഇതുപോലെ അമ്മമാരുണ്ടെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാർ വഴിയാതരായി പോകും. അനുപമ വലിയൊരു ഗാഢമായ ഗൗരവമായ ഒരു പ്രണയത്തിൽ ചെന്നപ്പെടുന്നു. പക്ഷേ വളരെ അനുസരണമുള്ള കുട്ടിയായതുകൊണ്ട്, ശബരീഷിനെ പോലെ വിനയെ പോലെ അല്ലാത്തതുകൊണ്ട്, യാതൊരു കാപട്യവും ഇല്ലാത്തതുകൊണ്ട് നേരെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു. രാജേഷിൻ്റെ സ്വഭാവമായതുകൊണ്ട് നേരെ വന്ന് അമ്മയോട് പറഞ്ഞു. പക്ഷെ അമ്മ അതിൻ്റെ വേറബിൾസ് ഒക്കെ നോക്കി, പ്രായമെല്ലാം നോക്കിയപ്പോൾ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി അനുപമയ്ക്ക് ഇത് ഇവരുടെ ഭാഷ പറഞ്ഞ വർക്കൗട്ട് ആവില്ല, അതല്ലേ? സെറ്റ് ആവില്ല. കാരണം അവൾക്ക് കുറച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഇതുപോലെയൊക്കെ. ഈ ഫിലിം ഫീൽഡൊക്കെ അവൾക്ക് വലിയ ഇതായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, നീ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് പോകണ്ട, അപ്പൊ ഈ ആൽബം സോങ്, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് പലരും പടിപടിയായിട്ട് പോയാൽ മതി. അല്ല, നീ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കൊച്ചിന് ഇപ്പൊ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രായം എത്തുമ്പോ നിനക്ക് അതാണ് താല്പര്യം എന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇപ്പൊ ചെയ്യണ്ട എന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് അല്ല അങ്ങനെ. പക്ഷെ ഞാനിപ്പോഴും നോക്കട്ടെ, ഞാൻ ഇത് പറയുമ്പോഴല്ലോ, ഞാനിപ്പം വേറൊന്നും വിചാരിക്കരുത് സുനിത, ഇതൊക്കെ ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല തമാശയായി നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയേണ്ട ഒരു മന്ദമാരുതം പോലെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് സുനിത ഇതങ്ങ് പറഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കുട്ടിയുടെ ആ ഇടത്തെ കണ്ണിലുണ്ടല്ലോ ഒരു ചെറിയ ഒരു നനവ് വന്നില്ലേ? വന്നു. ഞാൻ കുട്ടിയുടെ മനസ്സ് കണ്ടോണ്ടിരിക്കും. ശരിക്കും എനിക്കറിഞ്ഞൂടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു പരിപാടിയിലുണ്ടായിരുന്നപ്പോ സംസാരിച്ചപ്പോ ആരോ ഒരു ലൈക്ക് ബിറ്റിൽ എന്തോ എഴുതി കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ തമാശക്ക് പറഞ്ഞാണ്. ഇത്ര ഗൗരവമായിട്ടുള്ള വിനയം അറിയായിരുന്നു? അത് എനിക്കറിഞ്ഞൂടായിരുന്നു. പക്ഷെ അത് നുണ പറയണ്ടല്ലോ. ഇത് വേറെ ഈ ഷോയിൽ സുനിത ഒരാളും നുണ പറയാറില്ല. നുണ പറയാൻ ചില വിദ്വാന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ല, നുണ പറഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിക്കും ഇവളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അനുഭവം ഇവിടെ വന്നിരുന്ന് നുണ പറഞ്ഞു എന്ന് പറയണ്ടല്ലോ. നുണ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അവനെ കൊണ്ടുവന്നില്ല ഇവിടെ. അത് സുനിതയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സുനിത ഉള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പ്രണയത്തിൽ ഒരു ഭംഗം വന്നു. അതിനുശേഷം ഫസ്റ്റ് DC പഠിക്കുമ്പോൾ വേറൊരു ലെറ്റർ വന്നില്ലേ? ഇല്ല, ഇവള് ബാഗ് അവിടെ കൊണ്ടിട്ട് പോകുമ്പോ കുറെ തുണ്ടുകടലാസുകൾ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ഹോസ്റ്റലില് പെൺകുട്ടികൾ തന്നെ വെറുതെ ചുമ്മാ തമാശക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അമ്മ ഇല്ല, അവൾക്ക് അധിക കാലം അങ്ങനെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പറയും. എന്റെ മൊബൈൽ പോലും എന്റെ ഉണ്ടാവില്ല, ഫുൾ ടൈം അമ്മയുടെ. പിന്നെ എന്താണ്? നല്ല വിശ്വാസമാണ് അമ്മയ്ക്ക് മകളെ.